അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അതിന് വേണ്ടപ്പെട്ട മുഴുവനും കാര്യങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ ഓരോ അടിമകളായ നമ്മൾ സദാസമയം അള്ളാഹുവിന്റെ മുമ്പിൽ അവിടുന്ന് വല്ലാതെ കേണുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കളവാക്കപ്പെടുന്ന അവസ്ഥയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ ദീനിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരമോന്നതമായ അവിടുത്തെ ഓരോ സന്ദർഭങ്ങളെക്കുറിച്ചും അവിടുന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ആ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്കും നോക്കുവാനോ ചിന്തിക്കുവാനോ ഇന്ന് നമ്മുടെ സമൂഹം എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല, അവിടുന്ന് സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് പ്രവാചകരെ വേണ്ട രൂപത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക എന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഓരോ മുഅ്മിനിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ജീവിതകാലത്ത് പടച്ച റബ്ബേ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വേണ്ടതുപോലെ ചിലപ്പോൾ അവരെ പരിചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹം കൊടുത്തുകൊണ്ട് വാത്സല്യം കൊടുത്തുകൊണ്ട് നമ്മെ ഏറെ സ്നേഹിച്ച് നമ്മെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ മരണപ്പെട്ടു പോകുമ്പോഴായിരിക്കും അതിന്റെ ഏറ്റവും വലിയ വിഷമം നമ്മൾ അനുഭവിക്കുന്നത്. എത്രയോ വാപ്പമാര് പറയാറുണ്ട്, സഹോദരങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടതുപോലെ അവർക്ക് സമ്പത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് വേണ്ടപ്പെട്ടത് എന്തും എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഉസ്താദേ ഇനി എന്തു ചെയ്യണമെന്ന് എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നത്, എന്റെ മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് സമ്പത്ത് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾക്ക്, പള്ളിക്ക്, മദ്രസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്നെന്റെ പ്രിയമുള്ളവരെ ഒരുപാട് വാപ്പമാർ അവിടെ നിന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാവിടുന്ന് ഒരുപാട് സ്വഹാബത്ത് പടച്ചവനെ കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടൊരു സഹാബി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. അതാ പടച്ചവനെ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ വേണ്ട രൂപത്തിൽ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നബിയേ. അവിടെ സന്തോഷങ്ങൾക്കനുസരിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഈ പാപിയായ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പടച്ചവനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു സ്വഹാബി അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? അതാ അവിടുന്ന് പ്രവാചകൻ പറയുകയാ, മോനെ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യ്, ഒരുപാട് തഹ്ലീൽ ചൊല്ല്, ഒരുപാട് തസ്ബീഹുകൾ ചൊല്ല്, പടച്ചവനെ നീ അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യ്. അവരുടെ കൂടെ പിറപ്പുകൾ ജീവിച്ചിരിപ്പുണ്ടോ, അവരുടെ കൂട്ടുകാർ ജീവിച്ചിരിപ്പുണ്ടോ, അവരുടെ ബന്ധപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ, അവരോട് പടച്ചവനെ സ്നേഹത്തോടെ സംസാരിക്ക്, അവർക്ക് ഭക്ഷണം കൊടുക്ക്, അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് ദുആ ചെയ്യ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ചില ആളുകൾ പറയുമല്ലോ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവിടുന്ന് നമ്മൾ സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല,
സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അവരുടെ പേരിൽ പടച്ചവനെ തഹ്ലീൽ ചൊല്ലിയിട്ട് കാര്യമില്ല, മൗലിദ് പാരായണം നടത്തിയിട്ട് കാര്യമില്ല. അതെല്ലാം ശിർക്കാണ്, പരിശുദ്ധമായ ഇസ്ലാമിൽ തെറ്റാണെന്ന് അതാ പടച്ചവനെ പല ആളുകളും അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകത്ത് പടച്ചവനെ മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവനിക്ക് ഒരുപാട് നന്മകൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ, ഒരുപാട് നന്മകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ അവൻ ദുനിയാവിൽ വെച്ചിട്ട് ചെയ്യാത്ത നന്മകളാ, അവൻ ചിന്തിക്കാത്ത നന്മകളാ, അവൻ ഒരിക്കലും പടച്ചവനെ ആഗ്രഹിക്കാതെ പോയ നന്മകളാ, തന്റെ ഓർമ്മയിൽ പോലും കടന്നു വരാത്ത അമലുകൾ ചെയ്തതിന്റെ നന്മകളാ. അല്ലാഹുവേ, അവന്റെ നന്മകൾ ഇങ്ങനെ അവിടുന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനതാ പടച്ച തമ്പുരാനോട് ചോദിക്കുകയാ, ഫയഖൂൽ അന്നാ ലീ ഹാദാ, ഇതെല്ലാം എങ്ങനെയാ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കെങ്ങനെയാ ഇത്രത്തോളം ഈ മഹത്വം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ആരാ എനിക്കത് ചെയ്യുന്നത്, ഇത്രത്തോളം അനുഗ്രഹങ്ങളൊന്നും എന്റെ ജീവിതത്തിന് ഞാൻ ചെയ്തിട്ടില്ല, എന്തേ അതിന്റെ കാര്യമെന്ന് നിങ്ങൾ പറഞ്ഞു തരുവോ? പടച്ചു തമ്പുരാനോട് പറയുകയാണ്, പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫയഖൂലു ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ ഖബറിലേക്ക് നിന്റെ മകളുണ്ടല്ലോ, നിന്റെ മകനുണ്ടല്ലോ, നിന്റെ ബന്ധപ്പെട്ടവരുണ്ടല്ലോ, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാ, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാ, നിനക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ, നിനക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതാ പടച്ച തമ്പുരാൻ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പാക്ക് വേണ്ടിട്ടോ അവിടുന്ന് മൗലിദ് പാരായണം നടത്തുമ്പോ, വാപ്പാക്ക് വേണ്ടിട്ടോ അവിടുന്ന് സ്വതക്കകൾ കൊടുക്കുമ്പോ, ഉമ്മാക്ക് വേണ്ടിയിട്ട് ദാനധർമ്മങ്ങൾ നടത്തുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ, പല ആളുകളും കടന്നു വന്നുകൊണ്ട് പറയും, വാപ്പാ അത് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പടച്ചുറപ്പിന്റെ മുമ്പിൽ നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങളുടെ ഉമ്മാക്കുണ്ടല്ലോ ഒരു സ്ഥാനമാനം ലഭിക്കില്ല. അവർ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് പല ആളുകളും കടന്നു വന്നുകൊണ്ട് പറയുമല്ലോ. എത്രയോ ആളുകൾ വിഷമത്തോടെ ചോദിക്കാറുണ്ട്, ഉസ്താദേ അത് സത്യമാണോ, സത്യമാണോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? തന്റെ സ്വന്തം ഉമ്മാക്ക് വേണ്ടിയിട്ട്, സ്വന്തം വാപ്പാക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുമ്പോ കുടുംബത്തിലുള്ളവർ തന്നെ എതിർപ്പാണ്, കുടുംബത്തിലുള്ളവർ തന്നെ എതിർപ്പ് പറയുകയാണല്ലോ. എന്റെ ഉമ്മാക്ക് തഹ്ലീൽ ചൊല്ലല്ലേ, എന്റെ ഉമ്മാക്ക് തക്ബീർ ചൊല്ലല്ലേ, അവിടുന്ന് സ്വതക്കയും ഖുർആനും മൗലിദും നടത്തണ്ട എന്ന് പറയുന്ന ആളുകളെ റസൂലുള്ളാഹി പറയുകയാ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പില് നിങ്ങൾക്ക് വിജയിക്കണോ? ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിനകത്തേക്ക് നിങ്ങൾക്ക് നന്മ വേണോ? ഈ നന്മകൾ എന്താണ് കരുതിയത്? ആ നന്മകൾ നിങ്ങൾ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ ഖബറിനകത്ത് ദുനിയാവിൽ വല്ലാത്ത നന്മകളൊന്നും ചെയ്തിട്ടില്ല, ദുനിയാവിൽ വല്ലാത്ത നന്മകളൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ ഖബറിനകത്തേക്ക് കടന്നു ചെന്നു. പടച്ച റബ്ബേ, പരലോകത്തെത്തി നോക്കുമ്പോ ആ മനുഷ്യനിലേക്ക് ഒരുപാട് നന്മകൾ അല്ലാഹു തആല ഇങ്ങനെ എഴുതി കൊടുക്കുക.
ഒരുപാട് അവൻ പ്രതീക്ഷിക്കാത്ത, കാണാത്ത, അവൻ ചെയ്യാത്ത ഒരുപാട് നന്മകൾ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുക, പടച്ച തമ്പുരാനെ, ദുനിയാവിൽ വെച്ച് ഞാനതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതിന്റെ വഴികളിലൂടെയൊന്നും ഞാൻ നടന്നു പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ഈ ഒരു അമല്, ഇത്രത്തോളം നന്മ എനിക്ക് ലഭിച്ചത് അല്ലാ എന്ന് അവിടെ നിന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, മോനെ, നിനക്ക് നിന്റെ മക്കള്, നിന്റെ ബന്ധപ്പെട്ടവർ അവിടെ ഇരുന്നിട്ട് നന്മകൾ ചെയ്യുന്നുണ്ടടാ, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, തഹ്ലീൽ ചെല്ലുന്നുണ്ട്, അതിന്റെ പ്രതിഫലമാ നിന്നിലേക്ക് എത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പല ആളുകളും തടുക്കുന്നുണ്ടാകും, വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹൈമക്ക് നിൽക്കണ്ട, പടച്ചു തമ്പുരാൻ അത് വലിയ അനുഗ്രഹമായിട്ടാ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളുള്ളവരെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ നമുക്ക് വിജയിക്കണം. ഇവിടെ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ അതാ പടച്ചവനെ ഒരുപാട് നന്മകളിലൂടെ കടന്നു പോകണം, പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് അതാ എല്ലാവർക്കും വല്ലാത്ത താല്പര്യമാണല്ലോ. പക്ഷേ ദുനിയാവിന്റെ ആഡംബരങ്ങൾ, ദുനിയാവിന്റെ പളപളപ്പ് അതാ മനുഷ്യരായ നമ്മെ ഇങ്ങനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാ. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ, നന്നാവണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ടോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ടോ, പക്ഷെ അതിന് കഴിയുന്നില്ല ഉസ്താദ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നറിയോ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബത്ത് അതുമായി കടന്നു വന്നപ്പോ, ഇതേ ചോദ്യങ്ങളുമായി കടന്നു വന്നപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ? ഉദ്കുറുൽ മനിയാ, മോനെ, മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കലാണല്ലോ. ഈ ദുനിയാവിന്റെ ഓരോ മേഖലകളിലൂടെ കടന്നു പോകുമ്പോ ഹൃദയത്തിനകത്ത് കടന്നു വരേണ്ട കാര്യം എന്താണെന്നറിയോ? പടച്ചവനെ, ഏത് സമയത്തും ഞാൻ മരണപ്പെടാമല്ലോ, ഏത് സമയത്തും ഞാൻ മരണപ്പെടാമല്ലോ എന്നുള്ള ഏറ്റവും വലിയ ചിന്ത എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നാ നമ്മുടെ ജീവിതം വിജയിക്കുന്നതാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് നന്മകള് അതാ പടച്ചവനെ അല്ലാഹുവേ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമല്ലോ, എനിക്കും നിങ്ങൾക്കും കഴിയുമല്ലോ. പടച്ചവനെ, ഈ ദുനിയാവെന്ന് പറഞ്ഞാ നമുക്ക് ഏത് സമയത്തും നഷ്ടപ്പെടാനുള്ളതാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഉമ്മ ഏത് സമയത്തും നഷ്ടപ്പെടാനുള്ളതാ. ഏത് സമയത്താ നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇവിടുത്തെ സുഖമുള്ള ജീവിതമുണ്ടല്ലോ, ഇവിടുത്തെ ആഡംബരമുള്ള ജീവിതമുണ്ടല്ലോ, ആഡംബരമായ വാഹനമുണ്ടല്ലോ, പടച്ചവനെ വസ്ത്രങ്ങളും വീടുകളും, പടച്ചവനെ എല്ലാ സമ്പത്തുമെല്ലാം ഏത് സമയം വേണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നശിച്ചു പോകാമല്ലോ. ഏത് സമയത്തും ഇവിടുന്ന് നശിച്ചു പോകാം. അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ, മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യം കടന്നു വരട്ടെ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മോനെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നീ എന്നെന്നും ശാശ്വതമായി ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ എന്നും നിനക്ക് നീ ഇഷ്ടമുള്ളതുപോലെ, ഇഷ്ടമുള്ള സമയം വരെ, ഇഷ്ടമുള്ള കാലം വരെ നീ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നാ
രാത്രിയായ പകലിനെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല, പകലായ രാത്രിയാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വകം മിൻ സഗീഹിം മാത മിൻ ഗൈരി ഹില്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. നിനക്ക് മരിക്കണമെങ്കിൽ വലിയ പ്രായമാകണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ മുമ്പിലേക്ക് കടന്നു വരണമെങ്കിലോ നിനക്ക് വലിയ പ്രായം വേണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്ക് രോഗമാകണമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിനക്ക് പ്രയാസം വേണമെന്ന് കരുതുന്നുണ്ടോ? നിനക്ക് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോയവനെ മരിക്കും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ, എന്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? മോനെ, മരണമെന്ന് പറയുന്ന സത്യം എപ്പോഴാ കടന്നു വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ? എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കിടക്കുന്നത് പള്ളിക്കാട്ടിലാ. ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്ന ഞാനുണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധമായ ദീനിനെ പറഞ്ഞു തരുന്ന ഞാനുണ്ടല്ലോ, എന്നെ കേൾക്കുന്ന പടച്ചറബേ ഒരുപാട് ആളുകളുണ്ടല്ലോ, എന്റെ ഉമ്മമാര്, വാപ്പമാര്, സഹോദര സഹോദരിമാര്. പടച്ചവനെ, ഈ ക്ലാസ് മുഴുവനും പറയാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇത് മുഴുവനായിട്ട് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, ഇല്ല. എന്തേ ചെയ്യേണ്ടതെന്നറിയോ? മരിക്കുന്ന സമയം നിങ്ങൾക്ക് വിജയിക്കണോ? റബ്ബിനെ കുറിച്ചുള്ള ബോധം വേണോ? ദുനിയാവിന്റെ ചിന്ത തന്റെ ഹൃദയത്തിൽ നിന്ന് കളയണേ ഉമ്മ. ദുനിയാവിന്റെ ആഡംബരങ്ങളുണ്ടല്ലോ, ദുനിയാവിന്റെ സൗന്ദര്യമുണ്ടല്ലോ, ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ച അല്ലാഹു തആല നല്ല ജീവിതം നമുക്ക് നൽകുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല ജീവിതം തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം ഒന്ന് കേൾക്ക്. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹനെ സ്നേഹിച്ച, റസൂലുള്ളാഹിനെ സ്നേഹിച്ച, റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഒരു സഹാബിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയോ? കോടിക്കണക്കിന് ആസ്തിയുള്ള മകന്റെ പടച്ചവനെ, ഒരു പുത്രിയുടെ, ഒരു സ്ത്രീയുടെ മകനായിരുന്നു മിസ്അബ് തങ്ങള്. ആ മിസ്അബ് തങ്ങള് ദുനിയാവിലെ സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ചിട്ടാ റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. പടച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അതാ മിസ്അബ് തങ്ങളെ ഇങ്ങനെ നോക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ണ് നിറഞ്ഞു പോയി. ഉമ്മ, റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ളാഹി ഇങ്ങനെ കരയുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ നോക്കിയിട്ട് എന്തിനാ കരയുന്നത്? എന്നെ നോക്കിയിട്ട് എന്തിനാ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? പടച്ചവനെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സഹാബാ, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ കരയുന്നത്, ടെൻഷൻ അടിക്കുന്നത്, വിഷമിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാ. മിസ്അബേ, നിന്റെ അധികാരം പോയല്ലോ, മിസ്അബേ, നിന്റെ പവർ പോയല്ലോ, നിന്റെ സമ്പത്ത് പോയല്ലോ, നിന്റെ സൗന്ദര്യം പോയല്ലോ. പടച്ചവനെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എല്ലും കോലുമായ ശരീരമായിരിക്കുകയാ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലെ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിൽ ഒരുപാട് തുന്നലുണ്ട് ഉമ്മ. പടച്ചവനെ, ഒരുപാട് സ്ഥലങ്ങളില് വസ്ത്രം ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ തേച്ച് തുന്നി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടാ റസൂലുള്ള കരയുന്നത്. എന്തേ കരയാ കാര്യമെന്നറിയോ? എന്തേ കരയാ കാര്യമെന്നറിയോ? പടച്ചവനെ, ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുന്ന മിസ്അബ് തങ്ങളുണ്ടല്ലോ, പടച്ചവനെ, അന്ന് അറേബ്യൻ സാമ്രാജ്യത്തില്, അറേബ്യൻ രാജ്യത്ത് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ
വല്ലാത്ത സമ്പന്നതയാ. ഒരുപാട് സമ്പത്ത് മിസ്അബ് തങ്ങളുടെ ഉമ്മാക്കുണ്ടായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവിടുന്ന് പടച്ചവനെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിക്കുടത്തിലേക്ക് പറഞ്ഞു വിട്ടു. ചരിത്രം എന്റെ പ്രിയമുള്ളവരെ വളരെ വിശാലമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മിസ്അബ് തങ്ങൾ അറിയുകയാ. റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ പടച്ചവനെ മിസ്അബ് തങ്ങൾ ഒരുങ്ങുകയാണ്. മിസ്അബ് തങ്ങൾ അവസാനം റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചു, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, പരിശുദ്ധ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തു. പടച്ചവനെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അല്ലാഹുവിനെ മനസ്സിലാക്കിയ വിവരമതാ, ഇസ്ലാമിലേക്ക് കടന്ന വിവരമതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിയുകയാണോ. പടച്ചവനെ മിസ്അബ് തങ്ങളെ തന്റെ ഉമ്മ വീട്ടിന്റെ ഉള്ളറയിലേക്ക് വിളിക്കുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മിസ്അബേ, നീ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുകയാണോ? മിസ്അബേ, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണോ? മുഹമ്മദ് എന്ന് പറയുന്ന പുതിയ മതവുമായി കടന്നു വന്നവനില് നീ വിശ്വസിച്ചോ? മിസ്അബേ, എന്തു പറ്റിയടാ നിനക്ക് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച മിസ്അബ് തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുകയാ. തന്റെ ഉമ്മ ചോദിക്കുകയാ, പടച്ചവനെ ചോദിക്കണ്ട താമസമതാ. അല്ലാ മിസ്അബ് തങ്ങൾ പറയുന്നു, എനിക്കൊരു മാറ്റവുമില്ല ഉമ്മ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാ, റസൂലുള്ളാഹിൽ വിശ്വസിച്ചിരിക്കുകയാ. എന്നെ തടുക്കാവരല്ലേ, എന്നെ തടുക്കാവരല്ലേ. ഉമ്മയോട് അവിടെ നിന്ന് സംസാരിക്കുമ്പോ ഉമ്മയതാ ഒരുപാട് നല്ല രീതിയിൽ പറയുകയാണ്, മോനെ അത് കള്ളമാണ്, കള്ളമാണ്, കള്ളമാണ്. നമ്മൾ ഇതുവരെ ആരാധിച്ചിരുന്നതുണ്ടല്ലോ അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും അവിടെ നിന്ന് മാറ്റമില്ല. പടച്ചവനെ തന്റെ സമ്പത്ത് മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാ. എന്നിട്ട് പറയുന്നു, മിസ്അബേ, ഇനിയെങ്കിലും നീ ഒന്ന് മാറണേ മിസ്അബേ. ഈ സമ്പത്ത് മുഴുവനും നിനക്കാ, ഈ സമ്പത്ത് മുഴുവനും നിനക്കാ, ഈ സമ്പത്തിന്റെ അധികാരം നിനക്കാണ്, നിനക്കാണ്. ഇനിയെങ്കിലും നീ ഒന്ന് മാറണേ. നിനക്ക് ഞാൻ പടച്ചവനെ സമ്പത്ത് തരാ, നിനക്ക് പെണ്ണിനെ തരാ, നിനക്ക് വാഹനം തരാ. നീ എന്താണ് ചോദിക്കുന്നത് അതെല്ലാം നിനക്ക് തരാമെന്ന് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുമ്പോ അല്ലാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വേണ്ട വേണ്ട, എനിക്കിതൊന്നും വേണ്ട ഉമ്മ, എനിക്ക് അല്ലാഹുവിനെ മതി, അവന്റെ പ്രവാചകനെ മതി. അതാ എന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ആവേശമെന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ ഇത് പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മയതാ തന്റെ പാറാവുകാരെ വിളിക്കുകയാ. വേലക്കാരെ വിളിച്ചിട്ട് പറയുന്നു, ഈ മിസ്അബിനെ പിടിച്ചിട്ട് നിങ്ങൾ പുറത്തേക്കറിയോ, ഈ മിസ്അബിനെ പിടിച്ചിട്ട് നിങ്ങൾ പുറത്തേക്കറിയോ. പടച്ചവനെ മിസ്അബ് തങ്ങൾ തന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് അതാ അവിടുന്ന് പാറാവുകാര് വലിച്ചു കൊണ്ടു പോരുമ്പോ മിസ്അബ് തങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, അതുപോലും ഉമ്മാന്റെ കയ്യിലേക്ക് അയച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഇതും ഉമ്മാന്റെ വസ്ത്രമാണല്ലോ, ഉമ്മാന്റെ സ്വത്താണല്ലോ, ഒന്നും നിനക്ക് തരില്ല എന്ന് പറയുമ്പോ ഔറത്ത് മറക്കാൻ മാത്രം വലിപ്പത്തിലുള്ള വസ്ത്രവുമായിട്ടാ അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പോന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. ആ മിസ്അബ് തങ്ങൾ വരുന്നത് കാണാൻ അറേബ്യൻ പെണ്ണുങ്ങളുണ്ടല്ലോ, അവിടുത്തെ സൗന്ദര്യം കൊണ്ട് പടച്ചവനെ വഴിയിലൂടെ കാത്തു നിൽക്കുമായിരുന്നുവത്രേ. കാരണം രാജകുമാരൻ കടന്നു വരികയാണ്, ഒട്ടകപ്പുറത്ത് കടന്നു വരികയാണ്, കുതിരപ്പുറത്ത് കടന്നു വരികയാണ്. കാണാൻ എന്തൊരു ചന്തമെന്നറിയോ.
അത്രത്തോളം സുന്ദരമായിരുന്നു. അറേബ്യൻ പെണ്ണുങ്ങൾ മുഴുവനും ആഗ്രഹിച്ചു പോയ സൗന്ദര്യമായിരുന്നു മിസ്അബ് തങ്ങൾക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിലേക്ക് ഈമാ വന്നപ്പോയതാ സമ്പത്ത് വേണ്ട, തന്റെ കുടുംബം വേണ്ട, അധികാരം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന മഹാനാ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുപഠിക്ക്. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനാ നമുക്ക് വേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരിമാരെ, മനസ്സിലാക്കിക്കോ. പടച്ചവനെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, കാസർഗോഡ് ഏതോ ഒരു പാട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ പാട്ട് കേൾക്കാൻ, അവനെ കാണാൻ, അവനെ കേൾക്കാൻ പടച്ചവനെ ആയിരക്കണക്കിന് ആളുകൾ ആ ഒരൊറ്റ മൈതാനത്ത് ഒരുമിച്ച് കൂടിയത്. കാസർഗോഡ് മുഴുവനും ബ്ലോക്കായി, പടച്ചവനെ പ്രയാസമായി, ആംബുലൻസുകൾ പോലും കടത്തിവിടാൻ കഴിയാത്ത സാഹചര്യമായി. തിക്കും തിരക്കുമായല്ലോ, തിക്കും തിരക്കുമായല്ലോ. അവസാനം പോലീസ് ഇറങ്ങി വരികയാണ്. അവിടെയുള്ള ആളുകളെ മുഴുവനും പടച്ചവനെ അവിടെ നിന്ന് ആട്ടിവിടുകയാണ്. അതിന്റെ വീഡിയോസ് ഇങ്ങനെ പുറത്തു വന്നപ്പോ കണ്ടു ഉമ്മ, കണ്ടു ഉമ്മ, പർദ്ദ ധരിച്ച എത്രയോ പെണ്ണുങ്ങളെന്നറിയോ, എത്രയോ പടച്ചവനെ ചെറുപ്പക്കാരുടെ കൈ പിടിച്ചിട്ട് കടന്നു പോകുന്ന ഒരുപാട് സഹോദരിമാരെ കാണുകയാ. ഉമ്മ, വഅദിന്റെ മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞ, സലാത്തിന്റെ മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞ മോനെ കടന്നു വരാറുണ്ടോ? സിനിമാ ഗാനങ്ങളും മാപ്പിള പാട്ടുകളും പടച്ചവനെ പാടിയിട്ട് മ്യൂസിക്കിന്റെ ആരംഭത്തോടു കൂടെ പടച്ചവനെ ആരവങ്ങളെ കൊണ്ട് ആടിത്തിമിർക്കുന്ന പാട്ട് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ കുറിച്ച് പറയുന്ന, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന പടച്ചവനെ ആരാ പൊന്നുമോനെ? അതുപോലുള്ള മജ്ലിസുകളിലേക്ക് കടന്നു വരാൻ നിനക്ക് കഴിയുമോ? ഇത് ദുനിയാവാണ് പൊന്നുമോനെ, ഇത് ദുനിയാവാ പൊന്നുമോനെ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമുക്കുള്ളത് എന്തെന്നറിയോ? ഇവിടുന്ന് ചെയ്യുന്ന അമലുകളാണ്, അള്ളാനെ ഓർക്കുന്നതാണ്, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിയതാ, റസൂലുള്ളാഹിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാ. അല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലോ ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകുമ്പോ, നമ്മളെ കൊണ്ടുപോകുമ്പോ പടച്ചവനെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമുക്ക് നന്മകളായിട്ടൊന്നുമില്ല. പർദ്ദയും ധരിച്ചിട്ട്, ഹിജാബും ധരിച്ചിട്ട് പടച്ചവനെ എന്തിനാ പരിശുദ്ധ ദീനിനെ പറയിപ്പിക്കാൻ പോകുന്നത്? മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടും കേട്ടിട്ട് ആടുന്ന പെണ്ണേ, ആടുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് ചെയ്യുന്നറിയോ? നിന്റെ നാട്ടിലെ പള്ളിയുണ്ടല്ലോ, ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ പള്ളിയുടെ ഒരു സൈഡ് ഭാഗത്ത് മോനെ ഒരു കൊലായുണ്ട്. ആ കൊലായിലേക്ക് നീ ഒന്ന് നോക്ക്, ആ കൊലായിലേക്ക് നീ ഒന്ന് നോക്ക്. നിനക്കുള്ള വാഹനം അവിടെ റെഡിയാണ്, നിനക്കുള്ള വാഹനം അവിടെ റെഡിയാണ്. ആ വാഹനമുണ്ടല്ലോ, ഇന്നലെ വരെ ആരെങ്കിലും ചുമന്നു കൊണ്ടിട്ടോ ആളുകളത് അവിടെ വെച്ചിരിക്കുകയാണ്. ആ വാഹനം കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയോ? ഇനി ആരെയാ പടച്ചവനെ, ഇനി ആരെയാ പടച്ചവനെ ഈ പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറയുന്നത്? എവിടെയാ അസ്രായീൽ വരുന്നത്? അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാ. ചിലപ്പോ ഞാനാകാ, ചിലപ്പോ നിങ്ങളാകാ. മോനെ, വീടിന്റെ മുമ്പില് അതാ വന്ന് നിൽക്കുമ്പോ മാത്രമാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അന്ന് നമ്മൾ വാഹനം കയറണ്ട, നമ്മളെ എടുത്തതിലേക്ക് വെക്കുകയാണല്ലോ. നമ്മൾ കുളിക്കണ്ട, നമ്മളെ കുളിപ്പിക്കുകയാണ്. നമ്മൾ വസ്ത്രം ധരിക്കണ്ട, നമ്മളെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. നമ്മൾ സുഗന്ധം അടിക്കണ്ട, നമ്മുടെ ശരീരത്തില് പടച്ചവനെ പ്രത്യേകമായ സുഗന്ധം അവിടെ നിന്ന് അടിക്കുകയാണ്. എന്നും നമ്മൾ പടച്ചവനെ അരവേലയുള്ള ഡ്രസ്സായിട്ട്, ജീൻസിന്റെ പാന്റായിട്ടത് പടച്ചവനെ, അല്ലെങ്കിൽ അവിടുന്ന് പടച്ചവനെ ടീഷർട്ടായിട്ടിരുന്നത്. എന്നാൽ
ബർമൂടയും ട്രൗസറും ഇട്ടിട്ട് അങ്ങാടികളിലൂടെ ഹെഡ്സെറ്റും വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ മനസ്സിലാക്കിക്കോ. എന്നാ നിന്റെ ഈ ശരീരത്തിലേക്കിടുന്ന വസ്ത്രം എന്തെന്നറിയോ മോനെ? നിന്റെ നാട്ടിലെ കടയുണ്ടല്ലോ, ആ കടയിലേക്ക് ചെന്നാ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഒരു വസ്ത്രമുണ്ടടാ, കുറഞ്ഞ വിലക്ക് കിട്ടുന്ന 3 കണ്ടം തുണിയുണ്ടടാ. അതുകൊണ്ടാ അവസാന യാത്രക്കുള്ള വസ്ത്രം അതാണ്, അവസാന യാത്രക്കുള്ള വസ്ത്രം അതാണ്. നീ നിശ്ചലമായി കിടക്കുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് നിന്നെ കുളിപ്പിച്ചിട്ട് അതാ പടച്ചവനെ നിന്റെ ശരീരത്തിലേക്ക് വെച്ച് തരുമല്ലോ. പടച്ചവനെ നിന്റെ ശരീരം മുഴുവനും വരിഞ്ഞു മുറുക്കുമല്ലോ. എന്നിട്ട് ഇവിടുന്ന് പറയുകയാ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. പടച്ചവനെ ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇതാ പൊതിയുകയാണ്, ഇതാ പൊതിയുകയാണ്, ഇതാ പൊതിയുകയാണ്. മോനെ നിന്റെ നാട്ടുകാരും നിന്റെ കൂട്ടുകാരും കൂടെ പിറപ്പുകളും വാപ്പയും ഉമ്മയും മക്കളും എല്ലാം എടുത്തിട്ട് 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിലേക്ക് വെക്കാൻ നിന്നെ ആദ്യം കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലേക്കാ. വീട്ടിലും ആ സമയത്ത് പൊട്ടിക്കരച്ചിലാണല്ലോ. മക്കളും ബന്ധപ്പെട്ടവരും നിന്റെ മയ്യത്തിന്റെ കൂടെ നിന്നിട്ട് കരയുന്നുണ്ട്. പടച്ചവനെ നിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാ. വെള്ളിയാഴ്ച മാത്രമേ ഞാൻ പള്ളിയിലേക്ക് വരാറുള്ളൂ ഉസ്താദ്, വെള്ളിയാഴ്ചയെ വരാറുള്ളൂ, അല്ലെങ്കിൽ തിരക്കാണ്. നിസ്കാരം പോലും പടച്ചവനെ നേരവണ്ണമില്ലാത്തവനെ നിന്നെ പിടിച്ചിട്ട് 1-ാമത്തെ സഫിലാടാ വെക്കുന്നത്. 1-ാമത്തെ സഫ് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആ സഫിലാകുമ്പ പടച്ചവനെ നമ്മളെ കൊണ്ടുവന്ന് വെക്കുന്നത് നിന്റെ പേരിൽ നിന്റെ മക്കളോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദോ അവിടുന്ന് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞിട്ടോ മോനെ നിന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കെന്നറിയോ? റബ്ബേ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത പടച്ചവനെ, എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും പോലും കടന്നു പോകാതിരിക്കാത്ത റബ്ബേ, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത വിട്ടുമാറാത്ത ഖബറാ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലറിന്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ. നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളെ. മോനെ നാളെ കിടക്കുന്ന ഖബറുണ്ടല്ലോ നിന്റെ മണിയറ പള്ളിക്കാടാ. ആദ്യത്തെ ദിവസം നീ ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യത്തെ ദിവസമുണ്ടല്ലോ ആ ഖബറിലേക്ക് പടച്ചവനെ നിന്നെ വെക്കുമ്പോ ആ ഖബറിനൊരു നെരുക്കാനുണ്ട് ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാവിടെന്ന് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് ഉണ്ടല്ലോ, ആ സൈനബ് റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടപ്പോ പടച്ചവനെ സൈനബ് റളിയല്ലാഹു തആല അൻഹ എടുത്തിട്ട് ഖബറിന്റെ ഉള്ളറയിലേക്ക് വെക്കുമ്പോ, അല്ലാഹുവേ ഖബറിന്റെ ഉള്ളറയിലേക്ക് വെക്കുമ്പോ മണ്ണിട്ട് മൂടുകയാണ്. പടച്ചവനെ ദുആ ചെയ്യുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹിന്റെ കണ്ണുനീരൊഴുകുകയാ. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുകയാണ്. റസൂലുള്ള വല്ലാതെ പടച്ചവനെ കരയുമ്പോ സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് എന്തിനാ കരയുന്നത്? എന്തു പറ്റി നബിയേ? അവിടുന്ന് റസൂലുള്ള പറയുകയാ, സ്വഹാബാ സൈനബിനെ ഖബറടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു നബി. സ്വഹാബാ ഞാനെന്നു മാത്രമല്ല ഈ കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളമുണ്ടല്ലോ ഇതിലൂടെ മുഴുവനും പടച്ചവനെ അതിന്റെ ശബ്ദം ഇങ്ങനെ ഓർക്കുകയാ, ഇങ്ങനെ അലയടിക്കുകയാ. സ്വഹാബത്തിന്റെ മുമ്പിൽ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുകയാ, റസൂലുള്ളാഹിന്റെ പൊന്നുമോൾക്ക് പോലും ഉമ്മ ആ
അവസ്ഥയിൽ അവിടുന്ന് മാറ്റമില്ല. പിന്നെ എങ്ങനെയാ പാപികളായ നമുക്ക് പോലും പടച്ചവനെ, റസൂലുള്ളാഹിന്റെ മക്കൾക്കത് പടച്ചവനെ അവിടുന്ന് ഖബർ ഞെരുക്കിയിട്ടുണ്ടെങ്കിൽ, ആലിംഗനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇടുക്കൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ വാരിയല് കോർക്കുന്ന വിധത്തിലാ അവിടുന്ന് നമ്മുടെ ശരീരത്തെ അവിടുന്ന് വല്ലാതെ അവിടുന്ന് വാരി പുണരുന്നത്, ഇടുക്കുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇതാ പെണ്ണെ നമ്മുടെ ജീവിതം, ഇതാണ് ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതം, ഇതാ നമ്മുടെ ജീവിതം, ഇത്രയുള്ളൂ. ഇതെല്ലാം ഉണ്ടായിട്ടാണ് എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തം വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്ക് വണ്ടിയും ബൈക്കും പിടിച്ചിട്ട് പടച്ചറബി അവനെ കാണാൻ വേണ്ടി പോകുന്നത്. അവനെ കണ്ടിട്ട് അവിടെ നടക്കുന്നത് എന്താ? സിനിമ പാട്ടും മാപ്പിള പാട്ടും പടച്ചറബെ പാടി മ്യൂസിക്കിന്റെ ആരവത്തിൽ ആടി തിമിർത്തിട്ട് അവിടുന്ന് പടച്ചറബെ മദ്യപിക്കുന്ന ആളുകൾ, കഞ്ചാവടി ചാടുന്ന ആളുകൾ, കള്ള് കുടിച്ചിട്ട് ആടുന്ന ആളുകൾ, ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് പടച്ചവനെ അവിടുന്ന് ആസ്വദിക്കുക ചില ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും. പർദ്ദ ഇട്ടിട്ട് ഓരോരുത്തർ അവനെ കാണാൻ പോകുന്നത്, അവന്റെ പാട്ട് കേൾക്കാൻ പോകുന്നത്. ഇതെല്ലാം പോയിട്ടോ അവസാനം അതൊന്നും പാടാനും കഴിയാതെ അവിടുന്ന് ആളുകളെ മുഴുവനും തച്ചാട്ടി പോവുകയും ചെയ്തു. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇവരുടെയൊക്കെ ജീവിതത്തില് ഈ പടച്ചറബെ സമൂഹത്തിന്റെ മുമ്പിൽ കൊടുക്കാൻ കഴിയുന്ന നന്മകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടറിയുന്ന അടിമയിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മനുഷ്യനെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ ആ ഖബറിന്റെ ഒരു ആലിംഗനമുണ്ട് സ്വഹാബ. ആ ഒരു ആലിംഗനം നമ്മുടെ വാരിയല്ല്, രണ്ട് വാരിയല്ലുകൾ ഇങ്ങനെ കോർക്കുന്ന രൂപത്തിലാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുക. എന്തിയത് ഓർമ്മപ്പെടുത്തിയത്? മഹാനായ മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചു, മണ്ണിട്ട് മൂടി. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ചുവന്നു പോകുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, എന്തു പറ്റി നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബ, സൈനബിന്റെ വാരിയല്ലുകൾ ഖബറിട്ട് ഇടക്കിയിട്ട് അത് കോർക്കുന്ന ശബ്ദം എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു സ്വഹാബ. ഈ കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളങ്ങൾക്കിടയിൽ അതിന്റെ ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ അലയടി ഞാൻ കേട്ടു സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താം. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾക്ക് പോലും ആ ഒരു ഇളവില്ല എങ്കിൽ, ഖബറി അവിടുന്ന് വാരിയല്ല് കോർക്കുന്ന രൂപത്തിൽ ഇടുക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഖബറിട്ടിടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഖബറിക്ക്? നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഖബറിന്റെ ഉള്ളറയിൽ പോകുമ്പോ അവിടെ വിജയിക്കാൻ, നമ്മൾ കൂടെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, എന്നത്തെക്കായും ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവിലുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും 9 മണിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ആ സമയത്ത് നമ്മുടെ മജ്ലിസിലേക്ക് ലൈവിലേക്ക് കടന്നു വന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അവന്റെ പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവേ പടച്ചവനെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്നോ എപ്പോഴാ കടന്നു പോകുന്നത് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലല്ലോ. അള്ളാഹുവേ പടച്ചവനെ, ജീവിതം കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പടച്ച തമ്പുരാനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതു സമയത്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അള്ളാഹുവേ നമ്മുടെ മരണമെന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലാഹ്
പടച്ചു തമ്പുരാനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അതാ എൻ്റെ അല്ലാഹുവേ, എൻ്റെ മരണം നീ നല്ല സമയത്താക്ക്, ഈമാനോട് കൂടെയാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടാക്ക് എന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവനെ എപ്പോഴും ഓർക്കുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, മരണത്തെ കുറിച്ചിട്ടുള്ള ചിന്തയായിരുന്നു മഹാനവറുകൾക്ക്. ഏത് സമയത്തും ഞാൻ മരിക്കാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ഉമർ തങ്ങൾക്ക്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ സമയത്ത് പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണല്ലോ, ഒരുപാട് തിരക്കുകളാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ സ്വന്തം കീശയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഒരു വേലക്കാരനെ നിർത്തിയിരിക്കുകയാ. നമ്മളൊക്കെ വേലക്കാരെ നിർത്തുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ വേലക്കാരെ നിർത്തുന്നത് എന്തിനാണെന്നറിയോ? പടച്ചവനെ, വീട്ടിനകത്ത് പണിയെടുക്കാനാണ്, വീടിന്റെ പുറത്ത് പണിയെടുക്കാനാണ്, അല്ലെങ്കിൽ മുറ്റമടിച്ചു വാരാനാണ്. പടച്ചവനെ, വീട്ടിലെ പണിയും പുറത്തുള്ള പണികളും ചെയ്യാനോ? എന്നാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കീശയിൽ നിന്ന് പണം കൊടുത്തിട്ട് എന്തിനാ ആളെ നിർത്തിയതെന്നറിയോ? എന്തിനാ വേലക്കാരെ നിർത്തിയതെന്നറിയോ? പടച്ചവനെ, മരണത്തെ കുറിച്ചിട്ട് ഓർത്തു കൊടുക്കാനാ, മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുക്കാനാ. ഏതു സമയത്ത് വേണമെങ്കിലും മരിക്കുമെന്നോ, ആ മരണം എന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നോ എന്റെ പ്രിയമുള്ളവരെ ചരിത്രം അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്നാ എന്റെ പ്രിയമുള്ളവരെ, പല ആളുകളും പറയും, ഉസ്താദേ, ഇനിയും 1 കൊല്ലം കൂടെ ജീവിക്കുമല്ലോ, ഇനിയും 2 കൊല്ലവും ജീവിക്കുമല്ലോ, ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, മോനെ, 1 സെക്കൻഡ് പോലും ഞാനും നിങ്ങളും ജീവിക്കുമോ എന്ന് പറയാ നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ വീട്ടിൽ കത്തുന്ന ബൾബുണ്ടല്ലോ, ആ ബൾബ് കെട്ടുകഴിഞ്ഞാ അതിന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, ഒരു വാറണ്ടി ഉണ്ട്. ചിലപ്പോൾ അത് നേരാക്കിയിട്ട് തരുമല്ലോ. നമ്മുടെ ഗ്യാരണ്ടി നഷ്ടപ്പെട്ട ആരാ നേരാക്കി തരുക? ആരാ നേരാക്കി തരുക? പടച്ചവനെ, അത്രയുള്ളു മോനെ മനുഷ്യന്റെ അവസ്ഥയെന്ന് പറയുന്നത്, അത്രയ്ക്കുള്ളു മനുഷ്യന്റെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ കത്തുന്ന ബൾബ്, നമ്മൾ ഓട്ടുന്ന മിക്സി, നമ്മുടെ ഫ്രിഡ്ജ്, അത്രയ്ക്ക് പോലും വില മനുഷ്യരായ നമുക്കില്ല. അത് മാറ്റിത്തരും, അല്ലെങ്കിലോ അത് നേരാക്കി തരാൻ ആളുകളുണ്ട്. എന്നാ മനുഷ്യരായ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. എന്നാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, പടച്ചവനെ, തന്റെ ജീവിതത്തിൽ പാറാവുകാരനെ പിരിച്ചു വിടുകയാ. എങ്ങനെ പിരിച്ചു വിട്ടതെന്നറിയോ? തന്റെ തലക്കകത്തൊരു രോമം ഇങ്ങനെ കറുത്തതായി നിന്നിരുന്നത് പടച്ചവനെ അവിടുന്ന് വെളുത്തു പോവുകയാണല്ലോ, വെള്ളമുടിയായി മാറുകയാണല്ലോ. ഒരൊറ്റ രോമം അവിടുന്ന് വെളുത്തപ്പോ പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഞാൻ പണം കൊടുത്തുകൊണ്ട് നിർത്തിയിരുന്ന വേലക്കാരനെ ഉമർ തങ്ങൾ പിരിച്ചു വിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലയിലേക്കൊന്ന് നോക്കണേ വാപ്പാ, നിങ്ങളുടെ തലയിലേക്കൊന്ന് നോക്കണേ ഉമ്മ. എത്ര മുടിയാ നിരച്ചിട്ടുള്ളത്, എത്ര മുടിയാ നിരച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മരണത്തെ ഓർക്കുന്നുണ്ടോ? ഓരോ ദിവസവും സിനിമയും സീരിയലിന്റെയും മുമ്പിലാണ്. ഏശനി പറയുകയാണ്, പരദൂഷണം പറയുകയാണ്, കളവ് പറയുകയാണ്, നിസ്കാരം ഖളാ ആക്കി നടക്കുകയാണ്. പടച്ചവനെ, പ്രായമായിട്ട് പോലും കള്ള് ഷാപ്പിൽ നിന്ന് എണീക്കാത്ത എത്ര സഹോദരങ്ങളുണ്ടെന്നറിയോ? എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ? വീട്ടിലേക്ക് പടച്ചവനെ കള്ളും കുടിച്ചിട്ട് 4 കാലും കടന്നു വരുന്ന എത്രയോ വാപ്പമാരാ. വീടിന്റെ ഉള്ളറയിൽ കിടന്നിട്ട് തന്റെ പെണ്ണും പിള്ളയും മക്കളും കിടന്നിട്ട് നിലവിളിക്കുകയാ, മോനെ നന്നാവാ സമയമായില്ലടോ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ മുഴുവനും നിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടോ അല്ലാഹുവേ, എന്നിട്ടും നമുക്ക് നന്നാവാ സമയമായിട്ടില്ലേ? അല്ലാഹനെ കുറിച്ച് ഓർക്കാൻ സമയമായിട്ടില്ലേ? തലമുടി മുഴുവനും നരച്ചിട്ട് പോലും, ഒരു മുടിയല്ലടാ, തലമുടി മുഴുവനും പോലും നരച്ചിട്ട് അല്ലാഹനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉമ്മ
ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ വലിയ പരീക്ഷണമാ നമ്മെ കാത്തിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പടച്ച തമ്പുരാനോട് ചോദിക്കേണ്ടത് എന്തെന്നറിയോ? പടച്ച തമ്പുരാനോട് ചോദിക്കേണ്ടത് നല്ല മരണമാണ് ഉമ്മ, നല്ല മരണമാ. നല്ല സ്ഥലത്ത് വെച്ചിട്ട് നല്ല സമയത്ത് നല്ലതുപോലെ മരിക്കാനാ പടച്ച തമ്പുരാനോട് ചോദിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം അതാ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ഒരു ബസ്സല്ലേ പടച്ചവനെ ടാങ്കർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് അവിടെ നിന്ന് കത്തി നശിക്കുകയാ. അതിനകത്തുള്ള 40ഓളം വരുന്ന ആളുകൾ പടച്ചവനെ മരണപ്പെട്ടു പോവുകയാണല്ലോ. അല്ലാഹുവേ, ഹൈദരാബാദിൽ ജനിച്ചവര് മരണം മദീനയിലാണ് വാപ്പാ. ഖബറടക്കിയത് ജന്നത്തുൽ ബഖീയിലാണ് ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ്, ഖദീജ ബീവിയുടെ ചാരത്താണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്താണ്, റസൂലുള്ളാഹിന്റെ ചെറുമക്കളുടെ ചാരത്താ. പടച്ചവനെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്താ. പടച്ചവനെ, ഈ 40 ആളുകൾ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോ ആയിരക്കണക്കിന് ആളുകളാണ് ഉമ്മ ജനാസയിൽ പങ്കെടുത്തത്. ആയിരക്കണക്കിന് ആളുകളാ ജനാസയിൽ പങ്കെടുത്തിട്ടുള്ളത്. കത്തിക്കരിഞ്ഞ ശരീരങ്ങളാ, പിഞ്ചു പൈതങ്ങൾ പോലും ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അവര് ബസ്സിൽ നിന്നിങ്ങനെ യാത്ര ചെയ്യുമ്പോ പടച്ചവനെ അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് തന്റെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തത് പടച്ചവനെ സോഷ്യൽ മീഡിയയിലിട്ട് നമ്മളെല്ലാവരും കണ്ടിരുന്നല്ലോ. ദിക്റുകളെ കൊണ്ട് തന്റെ നാഗിങ്ങനെ മുഴങ്ങുകയാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകളാണ്. പടച്ചവനെ, റസൂലുള്ളാഹിനെ കാണാൻ പോവുകയാ, റസൂലുള്ളാഹിനെ കാണാൻ പോവുകയാ. പടച്ചവനെ, റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പിന്നെ എത്തിയത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവേ, ചേതനയറ്റ ശരീരമായിട്ടാ. ആ പിഞ്ചു പൈതങ്ങളെ പോലും പടച്ചവനെ അവിടുന്ന് ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞുകൊണ്ടാ ജന്നത്തുൽ ബഖീൽ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മറമാടുന്നത്. അത്രയ്ക്കും വലിയ അനുഗ്രഹമല്ലേ പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തത്? അല്ലാഹുവേ, ഒരിക്കൽ പോലും തന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്റെ അവസാനത്തെ ഉംറയാണ്, ഇത് എന്റെ അവധ്യത്തെയും അവസാനത്തെയും ഉംറയായിരിക്കാമല്ലോ. ഇനി എന്റെ മക്കൾക്കിടയിലേക്ക്, എന്റെ ഭാര്യക്കിടയിലേക്ക്, എന്റെ ഭർത്താവിന്റെ ഇടയിലേക്ക്, എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇടയിലേക്ക് പടച്ചവനെ ഞാൻ തിരിച്ചു വരില്ല എന്ന് ആ കൂടി ആരിക്കെങ്കിലും എന്റെ പ്രിയമുള്ളവരെ പറയാൻ കഴിയുമായിരുന്നോ? ഇല്ല, ഇല്ല. അതായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ പടച്ച തമ്പുരാൻ കൊടുത്ത ഭാഗ്യമൊന്ന് നോക്ക്. എത്രയോ ഉമ്മമാരാ ഉസ്താദേ ദുആ ചെയ്യണം, ഉംറക്ക് പോവുകയാണ്, ഉംറക്ക് പോവുകയാണ്, ഹജ്ജിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമ്പോ പടച്ചവനെ എത്രയോ വാപ്പമാര് കയ്യെ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എത്രയോ ഉമ്മമാര് കയ്യെ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇനി ഈ ഭൂമിയിലേക്ക് വരാനുള്ള, ഈ നാട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം വേണ്ട ഉസ്താദ്. എന്റെ എല്ലാ ബാധ്യതകളും തീർത്തിട്ടാ പോകുന്നത്. കടങ്ങൾ തീർത്തു, മക്കളുമായിട്ടുള്ള ബാധ്യതകൾ തീർത്തു, എല്ലാം തീർത്തിട്ടുണ്ടോ? എല്ലാം തീർത്തിട്ടുണ്ടോ? ഇനി എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പോകണം ഉസ്താദ്. അവിടെ ചെന്നിട്ട് ഹബീബിന്റെ ചാരത്തൊന്നിരുന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുള്ളത്. അവിടെ ചെന്നിട്ട് കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുള്ളത് എന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്ര പേരുണ്ടെന്നറിയോ? ഉമ്മാ, ഈ പോയ 40 ആളുകളും ഇന്ന് കിടക്കുന്നത് എവിടെയോ? നമ്മൾ പറയും പടച്ചവനെ ഞാനാ ഉന്നതന്, ഞാനാ പവറുള്ളത്, ഞാനാ അധികാരമുള്ളത്, എനിക്ക് വലിയ സ്ഥാനമാനങ്ങളാ, എനിക്കാണ് ഏറ്റവും കൂടുതൽ ഈമാൻ.
ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാനൊരു പ്രശ്നത്തിലുമില്ല, ഇങ്ങനെ നമ്മൾ തന്നെ സ്വന്തം ഇങ്ങനെ പറയുകയാ. എന്നാ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവരാണെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ എൻ്റെ പ്രിയമുള്ളവരെ? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ മദീനയിലേക്ക് കടന്നു പോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അവസ്ഥയൊന്ന് നോക്ക്. അല്ലാഹു തആല അവരോട് കൂടെ നമ്മളെയും അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. ഷഹീദിന്റെ പ്രതിഫലമല്ലടാ അവർക്ക്, അല്ലേ? നമുക്കതുണ്ടോ? നമ്മൾ അതിനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയും നമ്മളാകെ ഏറ്റവും വലിയ ഈമാനുള്ളവർ, അല്ലേ? നമ്മൾ പറയും നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല എന്നും പറയും. ഒരുപാട് തെറ്റുകൾ ചെയ്യുക. ചിലപ്പോൾ 5 വക്ത് അവൻ തലകുത്തി നിസ്കരിക്കുന്നുണ്ടാകും. എന്നിട്ട് പറയും ഞാൻ പൂർണ്ണനാ. പല ആളുകളും പറയുന്ന സ്വഭാവമാണ്, സംസാരാണ്. എന്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. പക്ഷേ 5 വക്തിന് ചിലപ്പോൾ അവൻ നിസ്കരിക്കുന്നുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ നിസ്കരിക്കും, പക്ഷേ അവിടെ നിസ്കാരം പടച്ചു തമ്പുരാന് വേണ്ടി വരില്ല. കാരണം ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടായിരിക്കില്ല. അവന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരിക്കും, എന്തൊക്കെയോ പ്രവർത്തിക്കുകയായിരിക്കും. അങ്ങനെ നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഇങ്ങനെ നിസ്കരിക്കും. എന്നിട്ടും എന്നാലും നമ്മൾ പറയും, നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ പോലും പടച്ചവനെ എവിടെയാണ് നമ്മുടെ ചിന്ത? എവിടെയാണ് നാം ഫാത്തിഹ ഓതുന്ന സമയത്ത്? നമ്മൾ ചിലപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തില, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ കല്യാണപ്പെരയില, അല്ലെങ്കിൽ അടുത്ത നിമിഷം എങ്ങോട്ട് പോകണം, അത് എങ്ങനെ വരും? ബസ് ഇല പോകും, ഇല വരും, നമ്മുടെ ഇലയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി എൻ്റെ മകളുടെ കല്യാണമുണ്ട്, അവർ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത, ഇതാ നമ്മുടെ നിസ്കാരം. എന്നാലും നമ്മൾ പറയും ഞാൻ ഓക്കെയാ, ഞാൻ സ്വർഗത്തിലാ, ഞാനൊരു തെറ്റ് ചെയ്യുന്നില്ല. അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ, അല്ലേ? അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അമാനത്തായ നമ്മുടെ സ്വത്താണല്ലോ നമ്മുടെ മക്കള്, അല്ലേ? ആ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പോലും ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത, അറിയാത്ത ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു കോളേജില്, ചില കോളേജുകളിലൊക്കെ പോയിട്ട് ചില ആളുകളുണ്ട്, ഏതോ ഒരു ചാനലിന്റെ, ഏഷ്യാനെറ്റ് എന്ന് തോന്നുന്നു, ഒരു ചാനലിന്റെ കുറച്ച് 2 ചങ്ങായിമാർ അവരൊരു വാഹനവുമായിട്ട് ചെല്ലും. അവർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവിടെ കിടക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂട്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് അവർ എന്തൊക്കെയോ ഒരിക്കലും ലോജിക്കില്ലാത്ത ചില സംസാരങ്ങളൊക്കെ ചില പെൺകുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുന്നത് കാണാം. അവിടെ മാരേജിനെ കുറിച്ച് ചോദിക്കും, ദീനിനെ കുറിച്ച് ചോദിക്കും, തട്ടത്തെ കുറിച്ച് ചോദിക്കും, അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും ചോദിച്ചിട്ട് ഈ സമൂഹത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, കുട്ടികളുടെ മൈൻഡ് എന്തൊക്കെയോ ആകുന്നത് പോലെ, ചില ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുകയാണ് പെൺകുട്ടികളൊക്കെ. പ്രേമത്തെ കുറിച്ചിട്ടും വിവാഹത്തെ കുറിച്ചിട്ടും മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാ എൻ്റെ പ്രിയമുള്ളവരെ. എന്നിട്ടത് പ്രചരിപ്പിക്കുക ഈ ലോക സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് ആ സംഭവത്തെ വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക. എന്നിട്ടോ അതിലൂടെ റീച്ച് നേടുക ആ ചാനലുകാർ. ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നത് കേട്ടു. തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണത്രേ, പഠിച്ചവനെ മോളെ നീ പഠിക്കാൻ പോകണ്ട. എന്തേ കാരണം? നിന്നെ കെട്ടിച്ചു വിടുകയാണ്. ഈ പ്രിയപ്പെട്ട മകൾ പറഞ്ഞു അത്രേ, എനിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് PG എടുക്കണം. അപ്പൊ പറഞ്ഞത്രേ, നീ പഠിച്ചോ എന്തു ചെയ്തോ, പക്ഷേ നിന്റെ വിവാഹം കഴിപ്പിക്കണം. മകൾ പറഞ്ഞത്രേ, പിന്നെ PG അല്ല എടുക്കാൻ കഴിയാ, കുട്ടിയാണ് എടുക്കാന്ന്. ഭയങ്കര സംഭവം. എല്ലാവരും കൈയടിക്കാൻ തുടങ്ങിയത് കേട്ടപ്പോ എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ പ്രചരണം നടത്തുകയാണ്.
എന്നിട്ട് ആ സഹോദരി പറയുന്നുണ്ട്, തല മറക്കുന്ന, എനിക്ക് ഹിജാബിടാൻ താല്പര്യമില്ല, തല മറക്കുന്ന വിഷയത്തിൽ തല മറക്കാതെ മുടിയൊക്കെ പുറത്ത് കണ്ടിട്ട് പോകുന്ന വിശ്വാസവും ഈമാനുമാണെങ്കിൽ എന്റെ ഈമാനങ്ങ് പോയിക്കോട്ടെ. പടച്ചറബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തലയിൽ തട്ടം ഇട്ടിട്ട് ഒരു പെൺകുട്ടി നിന്നിട്ട് പറയാ, എന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾ മുഴുവനും അതിന് കൈയടിക്കുക. അല്ലാഹു തആല ബോധം നൽകട്ടെ. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ. ദീനീ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്തകൾ നമ്മുടെ മക്കളുടെ മൈൻഡുകളിലേക്ക്, അവസ്ഥകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. ഇത് സോഷ്യൽ മീഡിയ വഴിയും പല ആളുകളുടെ പല പ്രചരണങ്ങളിലൂടെ നമ്മുടെ മക്കൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇതിനെ പ്രചരിപ്പിക്കാനും സമൂഹത്തിന്റെ മുമ്പിൽ ഇത് വളർത്തിയെടുക്കാനും എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൂട്ടായ്മകൾ, പ്രവർത്തനങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വല്ലവണ്ണം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആ സഹോദരി പറയും, എനിക്ക് തലയിൽ തട്ടയിടുന്നത് ഇഷ്ടമല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ അന്തം വിട്ടുപോയി. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് തലയിൽ തട്ടമിടുന്നത് എനിക്കിഷ്ടമല്ല. ഇനി തലയിൽ തട്ടമിടാത്തത് കൊണ്ട്, മുടിയൊക്കെ കണ്ടതുകൊണ്ട് എൻ്റെ ഈമാനങ്ങ് പോവുകയാണെങ്കിൽ അതെനിക്കൊരു പ്രശ്നവുമല്ല. പടച്ചറബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിന്റെ ചാനലും മറ്റുള്ളവരൊക്കെ ഏറ്റെടുത്ത ആ പെൺകുട്ടി സത്യം പറയാൻ തുടങ്ങി, ഈ പെൺകുട്ടി കാര്യം പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, സമൂഹത്തിന്റെ മുമ്പിൽ അതാ പരിശുദ്ധമായ ഇസ്ലാമിനെയും നമ്മുടെ സമൂഹത്തെയും പടച്ചവനെ അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തില് അതാ അവിടുന്ന് പല ആളുകളും പ്രവർത്തനം നടത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ പൊന്നുമോളെ, അത് നിന്റെ വീട്ടിലുള്ള പ്രശ്നമാണ്, അല്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രശ്നങ്ങളല്ല. അതെല്ലാം എടുത്തിട്ട് ഇസ്ലാമിന്റെ തലയിലേക്ക് നീ കെട്ടിവെക്കരുത്. ഇസ്ലാമിന്റെ പരിശുദ്ധമായ മഹത്വത്തെ നീ തളർത്തരുത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ചെയ്യണ്ട. പക്ഷേ ഇതെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് ആ സമൂഹം മുഴുവനും നിന്റെ വാക്കിലൂടെ എത്തുന്നത്. പടച്ചവനെ, പരിശുദ്ധമായ ഇസ്ലാമില് ഒരിക്കലും അവിടുന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിക രാജ്യത്ത് പോലും പരിശുദ്ധമായ പടച്ചറബ്ബേ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അവിടുന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, റബ്ബിനെ കുറിച്ച് അറിയുന്ന, അള്ളാഹുവെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന ഓരോ രാജ്യങ്ങളിൽ പോലും അള്ളാഹുവെ സ്ത്രീകൾ ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. എന്നാ ജാമിഅത്തുൽ അറബീൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലോകത്തിലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആദ്യമായിട്ട് ഒരു മൊറോക്കക്കാരിയായ സ്ത്രീയാ അവിടെ നിന്ന് നിർമ്മിക്കപ്പെട്ടത്. അതിന്റെ സ്ഥാപക നേതാവ് അവരാണല്ലോ. എന്തിനേറെ പറയണം എൻ്റെ ഉമ്മ, എന്തിനേറെ പറയണം എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഏറ്റവും വലിയ നായകനാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. എന്നാ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയുണ്ടല്ലോ. ഓരോ സ്ത്രീകളുടെ കാര്യം അവിടുന്ന് പറയണമെങ്കിലോ, അവിടുന്ന് അറിയണമെങ്കിലോ, അവിടുന്ന് വിശദീകരിക്കണമെങ്കിലോ അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയണല്ലോ. പരിശുദ്ധമായ ദീനില് 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. മാത്രമല്ല എൻ്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, അവിടുന്ന് പടച്ചവനെ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഓരോ സഹാബത്തും ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് കടന്നു വരികയോ. എന്തിനെന്നറിയോ? അല്ലാ അറിവ് ചോദിക്കാനാ, അറിവ് അവിടുന്ന് ചോദിക്കാനാ, പരിശുദ്ധ ദീനിനെ കുറിച്ച് ചോദിക്കാനാ. ആ കാലഘട്ടത്തിൽ അറിവ് ചോദിക്കാൻ വേണ്ടിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എന്നിട്ടാണോ പെണ്ണെ നീ വെറുതെ കള്ളത്തരം പറയുന്നത്? നിന്റെ വീട്ടിലുള്ള, നിന്റെ ജീവിതത്തിലുള്ള, നിന്റെ ഹൃദയത്തിലുള്ള ചിന്തയുണ്ടല്ലോ, ഈ സമൂഹത്തിന്റെ മുഴുവൻ മുമ്പിലേക്ക് നീ വലിച്ചിട്ടിട്ടോ സമൂഹം ഇങ്ങനെയാണെന്ന് നീ വിലയിരുത്തല്ല. പരിശുദ്ധമായ ഇസ്ലാമിക സ്ഥാപനങ്ങളോ, പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമില്ലേ? പടച്ചവനെ, ഫാദില പോലെ, ഫദീല പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളോ ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ
എന്റെ പ്രിയമുള്ളവരെ നടന്നു വരുന്നുണ്ടല്ലോ, അതിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. പഠിച്ചവനെ പ്ലസ്2 പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, PGക്ക് പഠിക്കുന്നവർ, BEdന് പഠിക്കുന്നവർ, പർദ്ദയിട്ടിട്ട് ഹിജാബ് ധരിച്ചിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ചിട്ട് നടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയോ? അവരെ ഒന്ന് കണ്ടിട്ട് പറ പെണ്ണേ, അവരിലേക്കൊന്ന് നോക്കിയിട്ട് പറ, നീ വിചാരിക്കുന്നത് പോലെയാണോ? നീ പറയുന്നത് പോലെയാണോ? അല്ലാഹുവേ പടച്ചവനെ, അവിടൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാരാ? പർദ്ദയും ഹിജാബും ധരിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട മക്കളാരാ? PG കഴിഞ്ഞ മക്കളാണ്, BEd കഴിഞ്ഞ മക്കളാണ്, നെറ്റ് എഴുതിയ മക്കളാണ്. പടച്ചവനെ, എന്തെയാ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളുണ്ടോ? എല്ലാ മേഖലകളും കഴിഞ്ഞിട്ടാ മോളെ അവിടെ പഠിപ്പിക്കുന്നത്. അവർ ഹിജാബ് ധരിച്ചിട്ടോ, തന്റെ ശരീരം മറച്ചിട്ടോ പടച്ചവനെ പരിശുദ്ധമായ ദീൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? അതുപോലെ പഠിപ്പിക്കുന്ന മക്കളാ. എത്ര ടീച്ചേഴ്സ് ഉണ്ട്, എത്ര ഡോക്ടർമാരുണ്ട്, എത്ര എഞ്ചിനീയർമാരുണ്ട്, എത്ര സൈക്കോളജിസ്റ്റുകളുണ്ട്. പടച്ചവനെ, സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് റബ്ബിന്റെ ദീൻ എങ്ങനെയാ പറഞ്ഞത്, എങ്ങനെയാ പുറത്തിറങ്ങാ പറഞ്ഞിട്ടുള്ളത്? അതുപോലെ തന്റെ ശരീരം മുഴുവനും പടച്ചവനെ മറച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് സേവനമായിട്ട് ഇറങ്ങുന്ന പടച്ചവനെ ജോലി ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? പെണ്ണെ, അവരെ നോക്കിയിട്ട് നീ പറ, PG പഠിക്കാൻ വിവാഹം കഴിഞ്ഞാ തടസ്സമാണോ? ഡിഗ്രി പഠിക്കാൻ തടസ്സമാണോ? BEd പഠിക്കാൻ തടസ്സമാണോ? ഇസ്ലാമിന് തടസ്സമാണോ? പർദ്ദയിടുമ്പോ തടസ്സമാണോ? ഹിജാബ് ധരിക്കുമ്പോ തടസ്സമാണോ? പെണ്ണെ, നീ അവരെ നോക്കിയിട്ട് നീ ഒന്ന് സംസാരിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാവിടുന്ന് കുട്ടിയെ, തന്റെ പ്രിയപ്പെട്ട ആ സഹോദരി പറയുകയാണ്, വിവാഹം കഴിഞ്ഞാ പിന്നെ കുട്ടിയെ എടുക്കേണ്ടി വരിക, അല്ലാതെ PG എടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എത്രയോ തലപ്പാവ് ധരിച്ചിട്ടുള്ള ഉസ്താദന്മാരുടെ ഭാര്യമാരെ നോക്കണേ നിങ്ങള്. തലപ്പാവ് ധരിച്ചിട്ടുള്ള പള്ളികളിൽ ഖതീബായിട്ട് ജോലി ചെയ്യുന്ന, മദ്രസയിൽ പഠിപ്പിക്കുന്ന, കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ ഭാര്യമാരുണ്ടല്ലോ. പടച്ചവനെ, ശരീരം മുഴുവൻ പറച്ചിട്ട് പരിശുദ്ധമായ ദീന് പറയുന്നത് പോലെ PG എടുത്ത് പഠിക്കുന്നവർ, BEd എടുത്ത് പഠിച്ചിട്ട് അവസാനം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്നറിയോ? ഹക്കായ ജോലി ചെയ്യുന്ന എത്രയോ പടച്ചവനെ സഹോദരിമാരുണ്ടെന്നറിയോ? അവരൊക്കെ നോക്കിയിട്ട് പെണ്ണെ നീ പറ, വിവാഹം കഴിച്ചാ വീടിന്റെ മൂലയിലിരിക്കലാണോ? ഭർത്താവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വലിയ അധികാരം കൊടുത്തിരിക്കുകയാണോ? പവർ കൊടുത്തിരിക്കുകയാണോ? പെണ്ണെ, ഭർത്താവിന് അധികാരവും പവറുമെല്ലാം ഉണ്ട്. എന്നാ ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമ ആർക്കാണെന്നറിയോ? പെണ്ണിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, പുരുഷനാ വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ, എങ്ങനെയാണ് പ്രവാചകന്റെ സ്വഭാവമുള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, സഹാബാ, പുന്നാര നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ? പടച്ചവനെ, അവിടുന്ന് മൃദുവായ സ്വഭാവമാണ്, മഹത്വമുള്ള സ്വഭാവമാണ്, പുഞ്ചിരിക്കുന്ന സ്വഭാവമാണ്, അതബുള്ള സ്വഭാവമാണ്, സൗമ്യനായ സ്വഭാവമാണ്. വീട്ടു ജോലി ചെയ്യാറുണ്ട്, എനിക്ക് വിറക് വെട്ടിത്തരാറുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. പടച്ചവനെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നന്മകളും പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. സ്വഹാബാ, ഇതായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞ ലോകത്തുള്ള 1-ാം നമ്പർ ഭർത്താവ് ആരാ? പെണ്ണെ, നിന്റെ ഭർത്താവിന് അങ്ങനെ ആകാൻ കഴിയുമോ? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? അത് പ്രവാചകരല്ലേ? ഏറ്റവും ഉത്തമമായ ഭാര്യമാരാരാ? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരല്ലേ? നമ്മുടെ ഉമ്മമാരല്ലേ? അവർക്കല്ലേ അങ്ങനെ ആകാൻ കഴിയുകയുള്ളൂ. പടച്ചവനെ, അത്രത്തോളം ഈമാനും പവറും പക്വതയും എല്ലാം ഉണ്ടായിട്ട്
പരിശുദ്ധമായ ദീനിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ ആരുടെ അടുത്തേക്കാ സ്വഹാബത്ത് വനിതകൾ കടന്നു വന്നിരുന്നത്? അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പരിശുദ്ധമായ ദീന് മുഖ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കടന്നു വന്നിരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയിലേക്കാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞാനെന്ന് ചോദിക്കാം, ഒരു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിശുദ്ധമായ ദീൻ അവിടുന്ന് വിലക്കുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ ആ പ്രസവം ശരിക്കും ശ്രദ്ധിച്ചോ, ആ പ്രസവിക്കപ്പെടുന്ന സ്ത്രീയെ ആദ്യം നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ട ഡോക്ടറെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമായ പെണ്ണ് ഡോക്ടർ ഉണ്ടെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് മുസ്ലിമായ പെണ്ണ് ഡോക്ടറെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്നിട്ട് അതും ഇല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഈമാനുള്ള തഖ്വയുള്ള ഒരു പുരുഷനായ ഡോക്ടറെ കാണിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിശുദ്ധമായ ഇസ്ലാം എതിർക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് ഈ നിയമം അടവയ്ക്കുക? ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസമില്ലാതെ പഠിക്കാതെ എങ്ങനെ ഡോക്ടറാവാൻ കഴിയോ? എന്നിട്ട് പല ആളുകളും പറയാ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വിടില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ്. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നല്ലോണം പഠിക്കണം. നമ്മുടെ ലോകത്തുള്ള ഏറ്റവും ഒരു ആദ്യത്തെ യൂണിവേഴ്സിറ്റി ജാമിഅത്തുൽ ഹർബീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, മൊറോക്കക്കാരിയായിട്ടുള്ള ഫാത്തിമത്തുൽ ഫിഅരി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് എൻ്റെ പ്രിയമുള്ളവരെ അതിൻ്റെ സ്ഥാപക നേതാവ്. മനസ്സിലായോ നിങ്ങൾക്ക്? പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിച്ച മഹദിയായിരുന്നു മഹദി. തഖ്വയോട് കൂടെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മഹദിയായിരുന്നവർ. എന്നിട്ട് പോലും അള്ളാഹുവെ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മതവും ഭൗതികവും സമന്വയമായി പഠിച്ച ഒരു മഹദിയായിരുന്നു അവർ. അവർക്കൊന്നുമില്ലാത്ത ചില ദണ്ണമാണ് ഇന്ന് ഒരു ഡിഗ്രിക്ക് എത്തുമ്പോഴേക്ക്, ഒരു PG പഠിക്കുമ്പോഴേക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്ക്. അതാണ് ഇന്ന് നമ്മുടെയൊക്കെ പെൺകുട്ടികളുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ 1.25 മണിക്കൂറോളമായി അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. ഏകദേശം അൽഹംദുലില്ലാഹ് എല്ലാ ദിവസത്തെക്കാളും ഏകദേശം 60ഓളം ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ 9 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രഭാഷണങ്ങളുടെ ലിങ്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് അറിവുകളും മറ്റുമൊക്കെ ഇൻഷാ അല്ലാഹ് അതിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താൻ, അത് കേൾക്കാനും ഒക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അതിന് വേണ്ടി പ്രവർത്തിക്കണം, ഭാഗമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 3 സ്വലാത്ത് ചൊല്ലി കുറച്ച് തഹ്ലീലും ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്